ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കേരളത്തിൽ UDFനാണ് മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത്. ടൈംസ് നൗ ETG എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ UDFന് 14 മുതൽ 15 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ്. ഇടതുമുന്നണിക്ക് 4, BJPക്ക് 1, തൃശൂർ സീറ്റിൽ BJP വിജയിക്കുമെന്നാണ് പ്രവചനം. കേരളത്തിൽ LDF ഒരു സീറ്റ് പോലും നേടില്ല എന്ന് ABPC വോട്ടർ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. എന്തായാലും NDAക്ക് വളരെ വലിയൊരു മുന്നേറ്റം തന്നെ ഭാരതത്തിലൊട്ടാകെ ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. NDAക്ക് കേരളത്തിൽ 1 മുതൽ 3 വരെ സീറ്റും അവർ പ്രവചിക്കുന്നു. പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളിലും BJP അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറയുമ്പോൾ LDF നില മെച്ചപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ ഫലം സംബന്ധിച്ച് എക്സിറ്റ് പോളിന്റെ ഒരു ഏകദേശ വിവരം പങ്കുവയ്ക്കാം. ടൈംസ് നൗ ETG UDF 14 മുതൽ 15 വരെ, LDF 4, NDA 1. ABPC വോട്ടർ കേരളത്തിൽ UDF 17 മുതൽ 19 വരെ, LDF 0, NDA 1 മുതൽ 3. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ UDF 17 മുതൽ 18 വരെ, LDF 1, NDA 2 മുതൽ 3 വരെ. ഇന്ത്യ TV CNX UDF 13 മുതൽ 15 വരെ, LDF 3 മുതൽ 5 വരെ, NDA 1 മുതൽ 3 വരെ. TV9 UDF 16, LDF 3, NDA 1. VMR UDF 19, LDF 0, NDA 1. ഇങ്ങനെയാണ് കേരളത്തിലെ ഒരു ടോട്ടൽ ഒരു ആകെയുള്ള എക്സിറ്റ് പോൾ പ്രവചനം വരുന്നത്. എന്തായാലും കേരളത്തിൽ മാത്രമല്ല, നമുക്ക് രാജ്യം മുഴുവൻ ഉള്ള എക്സിറ്റ് പോൾ പ്രവചനം എങ്ങനെയാണ് എന്ന് നോക്കാം. അതിലേക്ക് പോകാം. റിപ്പബ്ലിക് TV മാട്രൈസ് പറയുന്നത് NDA 360, ഇന്ത്യ സഖ്യം 125, അതേഴ്സ് 45 എന്നാണ്. റിപ്പബ്ലിക് TV P മാർക്ക് പറയുന്നത് NDA 359, ഇന്ത്യ 154, അതേഴ്സ് 30. TV9 പോൾ സ്ട്രാറ്റ് പീപ്പിൾസ് ഇൻസൈറ്റ് 359 NDAക്ക് ലഭിക്കുമ്പോൾ 154 ഇന്ത്യ സഖ്യത്തിന്, അതേഴ്സ് 30. ജൻ കി ബാത്ത് പറയുന്നത് 377 സീറ്റ് NDAക്ക് ലഭിക്കും, 151 ഇന്ത്യക്ക്, 15 അതേഴ്സ്. ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് പറയുന്നത് 371 NDA നേടുമ്പോൾ 125 ഇന്ത്യ സഖ്യം നേടും, 47 അതേഴ്സ്. ന്യൂസ് നേഷൻ പറയുന്നത് NDA 360, ഇന്ത്യ സഖ്യം 161, അതേഴ്സ് 22 എന്നാണ്. ഇന്ത്യ ടുഡേ പറയുന്നത് NDA 350 മുതൽ 365 സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം 125 മുതൽ 135 സീറ്റ് വരെ ഭാരതത്തിൽ നേടും എന്നാണ്. ന്യൂസ് എക്സ് പറയുന്നത് NDA 371, ഇന്ത്യ സഖ്യം 125 എന്നാണ്. ദൈനിക് ഭാസ്കർ പറയുന്നത് NDA 281-നും 350-നും ഇടയിൽ സീറ്റ് നേടും, ഇന്ത്യ സഖ്യം 145-നും 201-നും ഇടയിൽ സീറ്റ് നേടും, അതേഴ്സ് 33 മുതൽ 49 വരെ നേടാം എന്നാണ് പറയുന്നത്. എന്തായാലും ഭാരതത്തിൽ BJPക്ക് NDAക്ക് വളരെ വലിയൊരു മുന്നേറ്റം തന്നെയാണ്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനം സൂചിപ്പിക്കുന്നത്. എല്ലാ പോളുകളിലും BJP തന്നെ മൂന്നാമതും നരേന്ദ്രമോദി തന്നെ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ താമര വിരിയും എന്ന് തന്നെയാണ് മെജോറിറ്റി പ്രവചനങ്ങളും സൂചിപ്പിക്കുന്നത്. അതിൽ തൃശൂർ BJPക്ക് ലഭിക്കുമെന്നും NDAക്ക് ലഭിക്കുമെന്നും, തിരുവനന്തപുരവും NDAക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും, കേരളത്തിൽ 3 സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും എക്സിറ്റ് പോൾ ഫലം കഴിഞ്ഞ് നമുക്കിപ്പോൾ എക്സിറ്റ് പോൾ ഫലം വരാനായി വളരെ ആകാംക്ഷയോടുകൂടിയാണ് കേരളത്തിലെ വോട്ടർമാർ കാത്തിരുന്നത്. കേരളത്തിലെ മാത്രമല്ല രാജ്യമൊട്ടാകെ ഉറ്റുനോക്കിയിരുന്ന ഒരു ഫലം തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനം എന്ന് പറയുന്നത്. എക്സിറ്റ് പോൾ പ്രവചനം എത്രമാത്രം ശരിയായിരിക്കും എന്ന് അറിയുന്നതിന് ഇനി 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 4-ാം തീയതി ഫലം വരുന്നത് വരെ എന്തായാലും നമുക്ക് കാത്തിരിക്കണം. എന്തായിരിക്കും ഭാരതത്തിന്റെ ഗതി എന്നുള്ളത്? ഭാരതം വീണ്ടും നരേന്ദ്രമോദിയുടെ കയ്യിൽ ഭദ്രമായ ഒരു ഭരണത്തിലേക്ക് പോകുമോ, അതോ വീണ്ടും ഒരു വിഘടനവാദത്തിലേക്കും ഒരു സുരക്ഷിതമല്ലാത്ത വികസിതമല്ലാത്ത ഒരു ഇന്ത്യയിലേക്ക് കൂപ്പുകുത്തുമോ എന്നറിയാൻ നമ്മൾ എന്തായാലും 4-ാം തീയതി വരെ കാത്തിരിക്കണം. എന്തായാലും ശുഭപ്രതീക്ഷകളുമായി ഇപ്പോൾ BJP ക്യാമ്പിലെല്ലാം വളരെയധികം ആഹ്ലാദത്തിന്റെ അലയടിക്കലാണ് ഉള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ 3 സീറ്റുകളിലേക്ക് ഇങ്ങനൊരു പ്രവചനത്തിലേക്ക് തന്നെ BJP ഒരു സ്ഥാനം എത്തുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ്. അത് കേരളത്തിലുള്ള BJP പ്രവർത്തകരുടെ, അതുപോലെ തന്നെ കേരളത്തിലെ BJP പ്രവർത്തനം ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ള ചില സൂചനകൾ തന്നെയാണ്. ഇതുവരെ BJPക്ക് കാര്യമായ നേട്ടം ഇവിടെ എടുക്കാൻ സാധിച്ചിരുന്നില്ല ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രവചനത്തിലൂടെ തന്നെ ഇങ്ങനെ ഒരു 3 സീറ്റ് കേരളത്തിൽ ലഭിക്കുമെന്ന് പറയുമ്പോൾ എല്ലാ BJP പാളയങ്ങളിലും അതിൻ്റെതായ സന്തോഷം അലയടിക്കുകയാണ്. എന്തായാലും 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ആരൊക്കെയാണ് വിജയികളാകാൻ പോകുന്നത് എന്ന് അറിയാനായി. ന്യൂസ് ഡെസ്ക് കർമാനസ്.